ഹായ് ഫ്രണ്ട്സ്. ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെയിലായി അല്ലേ, ഉണക്കായി. ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഉണക്കായി. രാവിലെയൊക്കെ കുറച്ചൊരു തണുപ്പുണ്ട്, അത് കഴിയുമ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂട്, നല്ല വെയിൽ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം. പ്രഭാതം വിരിഞ്ഞു വരുവാണേ. ഇന്നൊരു മഴക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല തെളിച്ചമായിട്ടില്ല, തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അകലെ ആകാശത്ത് ചെമ്മാനം വിരിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു അരുവി. വേനലായപ്പോഴത്തേക്ക് എല്ലാം വറ്റി വരണ്ടു പോയി കണ്ടോ. ശകലം വെള്ളം കുഴി കിടപ്പുണ്ട്. നന്നായിട്ട് ഇവിടെ ഈ പാറയെല്ലാം നിറഞ്ഞ്, പാറയൊന്നും കാണത്തില്ലാത്ത പോലെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയായിരുന്നേ. അതിപ്പം ഇത്രയും വേനലായപ്പോഴത്തേക്ക് ഉണങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായിരിക്കും സ്ഥിതിയില്ലേ. വെയിലിൻ്റെ ചൂട് കൊണ്ടേ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ തോടിങ്ങനെ താഴോട്ട് ഒഴുകി പോകുന്നതാണേ. ഇതിൽ നിന്ന് വളരെ പേര് കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളം എടുക്കുന്നതായിരുന്നു. അതെല്ലാം ഇപ്പം തീർന്നു. ഇനി മഴക്കാലം വരണം. മഴക്കാലം വരുമ്പോൾ നല്ല ഭംഗിയാണേ, ഈ പുഴ നിറഞ്ഞൊഴുകുന്നത് കാണാം. ഇതിന് മാത്രം ഒരു ക്ഷീണമില്ല കേട്ടോ. കാട്ടിയേമ്പ റോഡരികിൽ ഇങ്ങനെ നന്നായിട്ട് തഴച്ച് വളർന്നു നിൽപ്പുണ്ട്. ഈ ചെടിക്ക് ഒരു ഉണക്കവുമില്ല. വഴിയരികിൽ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. ഇതിന് വലിയ വെള്ളവും വേണ്ട, വള്ളവും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ വളർന്ന് നിന്നോളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല പച്ചക്കളറ്. അതുപോലെ തന്നെ പച്ചക്കളറിൽ തന്നെ ഒരു പൂവുണ്ട് ചെറുതായിട്ട്, കുഞ്ഞു കുഞ്ഞു പൂക്കളുമുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിങ്ങനെ വഴിയറമ്പിക്കൂടെ നിറച്ചു ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളവും വളവും മരുന്നും കൊടുത്ത് വളർത്തുന്നതിന് വളരാൻ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ. ഇങ്ങനെയുള്ള കാട്ടുചെടികളൊക്കെ തഴച്ച് വളരും, ഒന്നും ചെയ്യണ്ട. അതാണ് പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് വീട്ടിൽ വന്നപ്പോൾ ദാണ്ട ബീഫുണ്ട്. ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഞുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുക്കാം. നമുക്കിനി ഇത് കറി വെക്കണം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്കതിന് അരപ്പുണ്ടാക്കാം. ഞാൻ പൊടികളെല്ലാം കൂടെ അരച്ചങ്ങോട്ട് ചേർക്കുവാണേ. ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാവേ, പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ 1 സ്പൂൺ ഇടാവേ. അധികം എരിവ് വേണ്ട, എരിവ് കുറച്ച് മതി. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു 2-3 സ്പൂൺ ഇടാം. 3 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ എൻ്റെ മസാലകൾ കുറച്ച് ചേർക്കാനുണ്ട് കേട്ടോ. പെരിഞ്ജീരകം ചേർക്കാം, 2-3-4 ഗ്രാമ്പൂ ചേർക്കാം. ഇതൊക്കെയാണ് എൻ്റെ മസാലകളെ. 2-3 ഏലക്കായും കൂടെ ചേർക്കാം. ഇത്രയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്. ചട്ടിക്കകത്താണ് കറി വെക്കുന്നത്. വിറകടുപ്പേ വെക്കാമെന്ന് ഓർത്താ കേട്ടോ. വിറകടുപ്പേ വെച്ച് വയ്ക്കുന്ന ബീഫിന് ഒരു പ്രത്യേക രുചിയുണ്ടല്ലേ. കുക്കറിൽ വെച്ച് ആ രുചി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ബീഫിലേക്ക്
അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു 20 ചെറിയ ഉള്ളിയോടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി, കുറച്ച് തക്കാളിക്കപ്പഴം അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി ബീഫിലേക്ക് അങ്ങോട്ട് ചേർക്കാം. എണ്ണയൊന്നും അധികം ചേർക്കുന്നില്ല. എണ്ണയിലൊന്നും വഴറ്റാതെ ഉണ്ടാക്കുന്ന ഒരു നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണേ. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി അങ്ങോട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സിയിലെല്ലാം അങ്ങ് വടിച്ചൊഴിച്ച്, അധികം വെള്ളം വേണ്ട, ബീഫിന് വെള്ളമാണേ. വെള്ളം ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരു ശകലം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇട്ടേക്കാം. അധികം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്താലേ എല്ലാം നന്നായിട്ട് ആവുള്ളൂ. ഉപ്പും എല്ലാം എല്ലായിടത്തും പിടിക്കണമല്ലോ. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വിറകടുപ്പ് വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. വിറകടുപ്പ് വെച്ച് വേവിച്ചാൽ നല്ലൊരു സ്വാദാണേ. നമ്മുടെ ബീഫ് കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് നല്ല വെള്ളമൊക്കെ പറ്റി കുറുകിയ ചാറോടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ മൂപ്പിച്ചതും കൂടെ അങ്ങോട്ട് ഒഴിക്കാം. അപ്പോഴേക്കും നല്ലൊരു വാസനയൊക്കെ അങ്ങോട്ട് വരുമല്ലേ. അന്തരീക്ഷം മുഴുവൻ നല്ലൊരു വാസന വരും. ബീഫ് ഒലത്തിക്കഴിയും. ബീഫ് ഒലത്തുക എന്ന് പറയും, ബീഫ് ഒലത്തുന്ന മണം വരുന്നെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.